നവകേരള സദസ്സിൽ മുഖ്യമന്ത്രിയും 21 മന്ത്രിമാരും സഞ്ചരിച്ച നവകേരള ബസ് വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. എന്നാൽ KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും നയിക്കുന്ന സമരാഗ്നി ജനകീയ പ്രക്ഷോഭ യാത്രയ്ക്ക് ഉപയോഗിക്കുന്ന വാഹനമാണ് ഇത്. ഇതിൽ ആഡംബരങ്ങളോ അല്ലെങ്കിൽ മറ്റ് ആർഭാടങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കിയിരിക്കുന്നത്. ആവശ്യത്തിനുള്ള സജ്ജീകരണങ്ങളും സംവിധാനങ്ങളും ഇതിനകത്തുണ്ട് എന്നുള്ള കാര്യമാണ് അറിയിച്ചിട്ടുള്ളത്. ഇവിടെ കയറുമ്പോൾ തന്നെ മറ്റ് ലിഫ്റ്റ് സൗകര്യങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വലിയ ആധുനികമായിട്ടുള്ള ടെക്നോളജികളോ ഒന്നും തന്നെ ഇല്ല. കയറി വരാനുള്ള ഒരു സ്റ്റെപ്പ് ഇവിടെ കാണാൻ വേണ്ടി കഴിയും. അതിന് പുറമെ തന്നെ ഇവിടെ കോൺഗ്രസ് നേതാക്കൾക്ക് KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവിനും ഇരിക്കുന്നതിന് വേണ്ടിയുള്ള 2 ചെയർ സജ്ജീകരിച്ചിട്ടുണ്ട്. മുഴുവനായും അന്തരീക്ഷ താപനില നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൂളർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിനകത്ത് സജ്ജീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഈ വാഹനങ്ങൾ സജ്ജീകരിക്കുന്നതിന് വേണ്ടി നേതൃത്വം നൽകിയിട്ടുള്ളവർ ഇതിനോടൊപ്പം തന്നെ ഉണ്ട് എന്നുള്ളതാണ്. അവരോട് തന്നെ നമുക്ക് കാര്യങ്ങൾ ചോദിക്കാം. എന്തൊക്കെയാണ് ഈ വാഹനത്തിൻ്റെ പ്രത്യേകതയായി നമുക്ക് പറയാൻ വേണ്ടി കഴിയുന്നത്? ഇതൊരു ഐഷറിൻ്റെ ലോറിയാണ്. ഇതിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ കൊച്ചു മോഡിഫിക്കേഷൻ, ഒരു ചെറിയൊരു 2 സോഫ സെറ്റ് ഇവിടെ വെച്ചു 2 പേർക്ക് ഇരിക്കാനുള്ള ഇതുണ്ടാക്കി. ഇതിന് ഗ്ലാസ് കവറിങ് ചെയ്തു. അത് കൂടാതെ പൊടി എന്നുള്ള കാര്യങ്ങൾ അടിക്കാതിരിക്കാൻ വേണ്ടി അങ്ങനെയുള്ള മിനിമലിസ്റ്റിക് ഓപ്പറേഷനിലാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. പ്രധാനമായി ഈ നവകേരള സദസ്സൊക്കെ നടക്കുന്ന സമയത്ത് ഈ നവകേരള ബസ് വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. ഇപ്പോൾ സമാനമായ രീതിയിൽ തന്നെയുള്ളൊരു യാത്രയാണ് KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും നടക്കുന്നത്. അപ്പോൾ ഈ 2 യാത്രകൾക്ക് ഉപയോഗിച്ച വാഹനങ്ങൾ തമ്മിൽ അജഗജാന്തര വ്യത്യാസമുണ്ട് എന്നത് തന്നെയാണോ? ഉറപ്പല്ലേ? തീർച്ചയായിട്ടും. ഇതും തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റില്ല. അതിങ്ങനെ ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ്. ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിലെ നേതൃത്വം വഹിച്ച നേതാക്കൾ നമ്മളോടൊപ്പം ഉണ്ട്. ഏകദേശം എത്ര അല്ലെങ്കിൽ എത്ര തുക, ലക്ഷമാണോ അല്ലെങ്കിൽ അതിനപ്പുറത്തുണ്ടോ എന്നുള്ള കാര്യം അറിയില്ല. അതുകൊണ്ടാണ് എത്ര തുക ഇതിനു വേണ്ടി ചെലവഴിച്ചിട്ടുണ്ട്? ഇത് കണ്ണൂര് പാർട്ടി പ്രവർത്തകരാണ് ഈ വാഹനങ്ങളൊക്കെ തയ്യാറാക്കിയിട്ടുള്ളത്, ഇതുൾപ്പെടെ. അല്ലാതെ ഇത് ഏതെങ്കിലും വലിയൊരു ഇവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനിക്കോ ഒന്നും കൊടുത്തിട്ടുള്ളതല്ല. ഇതിന് ഈ വണ്ടി ഏകദേശം 20 ദിവസമാണ് ഈ വണ്ടി വാടകയ്ക്കെടുത്ത്, ഒരു ദിവസം ഏകദേശം 3500 രൂപ വാടകയ്ക്കെടുത്ത് ഈ വണ്ടി നിർമ്മാണത്തിന് കൊണ്ടുവന്നത്. ഈ നിമിഷം വരെ ഏകദേശം ഒരു 2.25 ലക്ഷം രൂപയാണ് KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും നയിക്കുന്ന ഈ ജാഥയുടെ ഈ വാഹനത്തിന് ചിലവ് വന്നിട്ടുള്ളൂ. ഇതിൻ്റെ അകത്തെ വാഹനങ്ങളൊക്കെ ഏഷ്യർ വണ്ടിയാകുമ്പോൾ തന്നെ യാത്ര ചെയ്യുമ്പോൾ കുലുങ്ങാനുള്ള സാധ്യത, അത്തരത്തിൽ വളരെ ഷേക്കിങ്ങിനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കൈകാര്യം ചെയ്യുന്നതിനുള്ള സംവിധാനം അതൊക്കെ വളരെ ടെക്നിക്കലായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ മണൽ ഇതിന് താഴെ ഫില്ല് ചെയ്ത് ഇതിൻ്റെ വണ്ടിയുടെ ഭാരം കൂട്ടും. അല്ലെങ്കിൽ ഈ റോഡിൻ്റെ നിർമ്മാണമൊക്കെ നടക്കുന്നത് കൊണ്ട് നമുക്കിതിന് വലിയ കുലുക്കം അനുഭവപ്പെടും. അതൊക്കെ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ഇത് കണ്ണൂരെ പാർട്ടി പ്രവർത്തകർ കഴിഞ്ഞൊരു 10-20 ദിവസം ഒരു ഉത്സവാന്തരീക്ഷത്തിൽ, എടക്കാട് മേഖലയിലെ പ്രവർത്തകർ ഒരു ഉത്സവാന്തരീക്ഷത്തിലാണ് ഈ വാഹനങ്ങളൊക്കെ തയ്യാറാക്കി. ഇന്ന് പുലർച്ചെയാണ് ഈ വാഹനങ്ങളെല്ലാം പരിപൂർണമായി തയ്യാറായി ഇവിടെ കാസർഗോഡേക്ക് പുറപ്പെട്ടത്. എന്തായാലും ഈ വാഹനത്തിനകത്ത് വലിയ വട്ടമേശ സമ്മേളനങ്ങളോ അല്ലെങ്കിൽ ആർഭാടങ്ങളോ ആഡംബരങ്ങളോ ഒന്നും തന്നെ ഇല്ല. ലിഫ്റ്റ് സൗകര്യം പോലെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. തികച്ചും സാധാരണമായിട്ടുള്ള കോൺഗ്രസിൻ്റെ കഴിഞ്ഞ 7-8 വർഷമായി കേരളത്തിൽ അധികാരത്തിലില്ല, അതുപോലെ തന്നെ ദേശീയ തലത്തിലും അധികാരത്തിലില്ല. സാമ്പത്തിക പരാധീനത കോൺഗ്രസിനകത്ത് നന്നായി ഉണ്ട്. പക്ഷെങ്കിൽ കൂടി കൃത്യമായി ആവശ്യത്തിനുള്ള സജ്ജീകരണങ്ങളും സംവിധാനങ്ങളോടും കൂടിയിട്ടുള്ള മിനിമം വേണ്ടുന്ന രീതിയിലുള്ള എല്ലാ ക്രമീകരണങ്ങളും കൂടിയുള്ള ഒരു വാഹനമാണ് KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവിനുമുള്ള യാത്രയ്ക്ക് വേണ്ടി സജ്ജമാക്കിയിട്ടുള്ളത്. എന്തായാലും ഈ വാഹനത്തിലാണ് ഇനിയുള്ള ഈ മാസം 29-ാം തീയതി വരെ തിരുവനന്തപുരത്ത് എത്തുന്നത് വരെയുള്ള KPCC അധ്യക്ഷൻ്റെയും പ്രതിപക്ഷ നേതാവിൻ്റെയും യാത്ര എന്നുള്ളതാണ് കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കുന്നത്. എന്തായാലും വലിയ ആർഭാടങ്ങളില്ലാതെ എന്നാൽ ആവശ്യത്തിനുള്ള സജ്ജീകരണങ്ങളോടെയുള്ള വാഹനമാണ് ഈ യാത്രയ്ക്ക് വേണ്ടി, സമരാഗ്നി യാത്രയ്ക്ക് വേണ്ടി തയ്യാറായിട്ടുള്ളത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുകയും ചെയ്തത്. കാസർഗോഡ് നിന്നും വീഡിയോ ജേർണലിസ്റ്റ് തബിൻ ജത്തിനൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാട്ട്, ഇൻ റിപ്പോർട്ടർ.